സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കലഹം രൂക്ഷമാകുന്ന മുസ്ലിം ലീഗിൽ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയെ പരോക്ഷമായി വിമർശിച്ച് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് സമൂഹ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിലൂടെയാണ് പ്രതിഷേധ സ്വരമുയർത്തിയ രണ്ടത്താണിയുടെ പേരെടുത്ത് പറയാതെ നിയമസഭാ അംഗം കൂടിയായ മജീദ് താക്കീത് നൽകിയത്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് ആരായാലും അവർ പാർട്ടിയുടെ ശത്രുക്കളെന്ന് കുറിച്ച് മജീദ് ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക മികച്ചതാണെന്നും അഭിപ്രായപ്പെട്ടു. പാണക്കാട് നിന്നും പ്രഖ്യാപനം വന്നാൽ അത് നെഞ്ചിലേറ്റുന്നതാണ് പാർട്ടി പ്രവർത്തകരുടെ പാരമ്പര്യം എന്നെഴുതിയ അദ്ദേഹം 27 സീറ്റുകൾ മാത്രമാണ് ലീഗിന് ഉള്ളതെന്നും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാകില്ല എന്നും പറഞ്ഞു. പട്ടികയിൽ നിലവിൽ ഇടം പിടിച്ചവർ കഴിവും പ്രാഗൽഭ്യവും ഉള്ളവരാണെന്നും അവരെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നതാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഉത്തരവാദിത്തമെന്നും മജീദ് കൂട്ടിച്ചേർത്തു. നേരത്തെ തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനത്തെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി വിമർശിച്ചിരുന്നു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതെന്ന് കുറ്റപ്പെടുത്തി രണ്ടത്താണി പാണക്കാട് തങ്ങളെ കരുവാക്കി ചില വ്യക്തികൾ സ്വന്തം താൽപര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചിരുന്നു. PMA സമീർ PK കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനിയാണെന്ന ആരോപണം പുകയുന്നതിനിടെയാണ് രണ്ടത്താണി വിമർശനവുമായി രംഗത്ത് വന്നത്.